എന്റെ സഹപാഠികളെ, ഇന്ന് വിഷു ഒന്നാണല്ലേ? ഇന്ന് രണ്ടാ. അപ്പൊ ഈ വിഷു എന്ന് പറയുന്നത് എന്റെ മനസ്സിൽ ഓടി വരുന്ന വിഷു കൊന്നാണ്. വിഷു ആകുന്ന മഞ്ഞ നിറച്ചൊരു പൂക്കൾ ഇങ്ങനെയാണ്. എന്നാൽ ഈ മാസങ്ങളിലാണ് ഈ പൂക്കളൊക്കെ വിടുന്നത്. ഈ മഞ്ഞ പൂക്കളാണ് ഒക്കെ വളരെ പ്രധാനം. ഈ സമയത്ത് പുസ്തകം വായിച്ചത് വിഷു കൊന്നയെ സംബന്ധിച്ച് വായിക്കേണ്ടത്. അത് വിഷു കൊന്ന ഒരു മെഡിസിനാണ്. മെഡിസിനാണ് അത് വായിച്ചത്. അപ്പൊ ഈ കാലങ്ങളിൽ കായ്ക്കുന്ന ഈ പൂക്കളൊക്കെ ഒരു ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. അപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തില് ആരോഗ്യം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ജീവിക്കാൻ പ്രയാസം. അപ്പൊ അത് യോഗയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുക, നമ്മുടെ ആം, പുനർജന്മം എന്നൊക്കെ സാറ് പറയുന്നത്. പുനർജന്മം വീണ്ടും ക്രിസ്ത്യൻ ഭാഷ പറഞ്ഞ വീണ്ടും ജനനം, അതെ. ബോണഗി ബോണ. അപ്പൊ നമുക്കത് വീണ്ടും ജനിക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ നമുക്ക് വീണ്ടും ജനിക്കാൻ സാധിക്കും. നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം ഡോക്ടർ പറഞ്ഞത്, പ്രോസ്പെറസ് ആയിട്ടുള്ള അഭിവൃദ്ധി നൽകുന്ന ഒരു സന്ദേശം കൂടെ നമുക്ക് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ അഭിവൃദ്ധിയുടെയും അതുപോലെ തന്നെ കണ്ണിന് ഏറ്റവും ഇമ്പം നൽകുന്ന ഈ മഞ്ഞ നിറം, നമ്മളിപ്പോ സാധാരണ മഞ്ഞ നിറത്തെ ഒരു 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 വിഭാഗത്തിന്റെ മാത്രമായിട്ട് അത് യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണിന് ഇമ്പം പകരുന്ന മഞ്ഞ നിറം വളരെ പ്രധാനപ്പെട്ട. എനിക്ക് മഞ്ഞ നിറത്ത് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ വൈഫിൽ ഈ മഞ്ഞ നിറത്തുള്ള ജുബായിരുന്നത് ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് പക്ഷെ മഞ്ഞ നിറം ഇഷ്ടം. അപ്പൊ അങ്ങനെ ഒരു നന്മയുടെ ഒരു പ്രതീകമാണ്, അഭിവൃദ്ധിയുടെ പ്രതീകമാണ്, അതുപോലെ തന്നെ ആരോഗ്യത്തിന്റെ പ്രതീകമാണ്. അപ്പൊ അങ്ങനെ ഈ വർഷം ഏപ്രിൽ 15 എന്ന് പറയുന്ന ഈ ഒരു ദിവസം മുതൽ നമുക്ക് ദൈവം നമ്മുടെ എല്ലാ ആയുസ്സും ആരോഗ്യം തന്ന് അഭിവൃദ്ധിയിലേക്ക് ദൈവം നമ്മളെ വഴി നടത്തട്ടെ. പ്രതിസന്ധികൾ നിറഞ്ഞ ലോകമാണ്, നമുക്കറിയാം. ഓരോ ദിവസവും ഓരോ പ്രതിസന്ധികളാണ്. സമാധാനത്തിന്റെ ഒരു അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇന്നലെ ട്രംപും മാർപ്പാപ്പയും തമ്മിൽ പോയി വിളിച്ചിരിക്കുകയല്ലോ. തമ്മിൽ പോയി വിളിച്ചിരിക്കണം. മാർപ്പാപ്പയും സാധാരണ അങ്ങനെ ആരും സംസാരിക്കാറില്ല. പക്ഷെ ട്രംപ് പോലും. അപ്പൊ ഈ കാലഘട്ടം അല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ സമാധാനത്തിന് വേണ്ടി സംസാരിച്ച ആ വലിയ മനുഷ്യനോട് പോലും എന്താണ് എന്റെ രാഷ്ട്രീയം എന്ന് അറിയില്ല, ഏതാണ്ട് രാഷ്ട്രീയം കാണുമായിരിക്കും ഇതൊന്നും കരുതില്ല. സംസാരിച്ച ഒരു മനുഷ്യനോട് അങ്ങനെ. അപ്പൊ സമാധാനം നഷ്ടപ്പെട്ട ഒരുപക്ഷെ നമ്മുടെ കണ്ണിനൊക്കെ വളരെ അതിന്റെ കണ്ണുനീരൊക്കെ ഒരുപാട് ആശങ്കകൾ നിൽക്കുന്ന, പ്രതിസന്ധികൾ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ തന്നെ, നമ്മുടെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അഭിവൃദ്ധിയും സമാധാനവും സന്തോഷവും ദൈവം നമ്മളെ നൽകട്ടെ. ദൈവം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹമായ വിഷു ആശംസ.